Hello, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെയും ഇന്ത്യൻ ഇക്കോണമിയിലെയും മൾട്ടിപ്പിൾ ചോയ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ, ദ സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പ്രിവെയിൽ ഇൻ ഇന്ത്യ ബിഫോർ 1921. 1921 മുന്നേ ആയിരുന്നെങ്കിൽ ഇന്ത്യ ഏത് സ്റ്റേജിലായിരുന്നു എന്നാണ്. ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജിലാണ്. നേരെ മറിച്ച് ആഫ്റ്റർ ആയിരുന്നെങ്കിൽ അത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ആവുമായിരുന്നു കേട്ടോ. Now, Operation Flood is connected with milk production. Now, non-sampling error can be minimized by taking more sample, like large sample. A frequency distribution of two variables. രണ്ട് വേരിയബിൾ മാത്രമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്നത് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നേരെ മറിച്ച് ഒന്ന് മാത്രമാണെങ്കിൽ അത് യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ദി ഇൻഡെക്സ് നമ്പർ ദാറ്റ് ഇസ് യൂസ്ഡ് ടു മെഷർ ചേഞ്ചസ് ഇൻ ദ റീറ്റെയിൽ പ്രൈസ്. റീറ്റെയിൽ പ്രൈസ് ആണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഹോൾസെയിൽ അല്ല കൺസ്യൂമർ. Whose estimate of national income and per capita income of India during colonial period was considered significantly എന്ന് ചോദിച്ചാൽ VKRV റാവു ആണ്. ഇവരെല്ലാവരും തന്നെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ് ആണ്. അതിൽ ബെസ്റ്റ് വൺ ആണ് VKRV റാവു. ഓക്കെ, now next one, Operation Flood related to Operation Flood വീണ്ടും കണ്ടോ റിപ്പീറ്റഡ് ആണ്. മിൽക്ക് പ്രൊഡക്ഷൻ. ഹെഡ്ലോഡ് വർക്കേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ. ഒരു ഹെഡ്ലോഡ് വർക്കർ ഏതിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇൻക്ലൂഡ് ഇൻഫോർമൽ സെക്ടർ ആണ്. പ്രൈമറി ഡാറ്റ ആർ കളക്റ്റഡ് ബൈ ദ വേ ഓഫ്. എങ്ങനെയാ പ്രൈമറി ഡാറ്റ നമുക്ക് മൂന്ന് രീതിയിൽ കളക്ട് ചെയ്യാം. ആ മൂന്ന് ഇവിടെ ഉണ്ട്. നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദീസ് എന്നാണ്. അപ്പൊ ആൻസർ വിൽ ബിക്കം ഓൾ ഓഫ് ദീസ്. Histogram is used to locate which of the following. Histogram വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാണ്? മോഡാണ്. നേരെ മറിച്ച് ഒജീവ്സ് ആയിരുന്നെങ്കിൽ അതിന്റെ ആൻസർ എന്താവുമായിരിക്കില്ല. നേരെ മറിച്ച് മീഡിയൻ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താവുമായിരുന്നു? മീഡിയൻ ആവുമായിരുന്നു കേട്ടോ. The value of Carl Pearson's correlation lies between -1 and +1. Okay. Now, consumer price index number measure changes in retail price. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാം. Which of the following comes under the health sector? അതായത് 4 ഓർഗനൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹെൽത്ത് സെക്ടറിൽ വരുന്നത് ICMR, ബാക്കി എല്ലാം വരുന്നത് എഡ്യൂക്കേഷൻ സെക്ടർ ആണ്. Now, indicator of the number of people dying prematurely due to a particular disease. അതായത് ആൾക്കാർ മരിക്കുക, ഒരു പെർട്ടിക്കുലർ രോഗം വന്ന് ആൾക്കാർ മരിക്കുന്നതിന് വിളിക്കുന്ന പേര് ശരിക്കും ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് എന്നാണ് കേട്ടോ. ഐഡന്റിഫൈ ദ പോളിസി റിലേറ്റഡ് ടു ഇന്ത്യൻ ഇക്കോണമി. ഇതിൽ ഇന്ത്യൻ ഇക്കോണമിയുമായിട്ട് റിലേറ്റ് ചെയ്ത പോളിസി ഏതാണ്? ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡും ഗ്രേറ്റ് പ്രോലറ്റേറിയനും കമ്മ്യൂൺ സിസ്റ്റവും ചൈനയെയാണ്. ഇന്ത്യയിലുള്ളതെന്നാണ്. നാഷണലൈസേഷൻ ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ 1969 14 കമേഴ്ഷ്യൽ ബാങ്ക്സ് നാഷണലൈസ് ചെയ്തു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദ സാമ്പിൾ ഈസ് നോൺ ആസ് വാട്ട്? സാമ്പിളിംഗ് എറർ. ഓക്കെ, നൗ ഡാറ്റ ക്ലാസിഫൈഡ് വിത്ത് റെഫറൻസ് ടു ഇയർ, മന്ത്, വീക്ക് അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് what? Chronology. It is based on time. അല്ലേ? ടൈമിനെ ബേസ് ചെയ്താണെങ്കിൽ chronological classification. The person who is not able to get employment even 1 hour in a half day. അതായത് ഒരാൾക്ക് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ, അരമണിക്കൂർ പോലും ജോലി ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. സെൻസെക്സ് ഇസ് യൂസ്ഫുൾ ഗൈഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഷെയർസ് ഒക്കെ എടുക്കുന്നത്. ദ ഗുഡ് ക്വാളിറ്റി ഓഫ് എ ക്വസ്റ്റിനെയർ യൂസ്ഡ് ഇൻ എ പ്രോജക്ട്. അതായത് ഒരു ക്വസ്റ്റിനെയറിന്റെ ക്വാളിറ്റീസ് ആണ്. അപ്പൊ നിങ്ങളിത് ഓപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി വെരി പ്രിസൈസ് ആൻഡ് ക്ലിയർ, അതൊരു ക്വാളിറ്റിയാണ്. ഇറ്റ് ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്, അതൊരു ക്വാളിറ്റിയാണ്. ടു യൂസ് ടു വേ ക്വസ്റ്റ്യൻസ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യാം, അതൊരു ക്വാളിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഈസ് ഓൾ ദ അബവ്. നൗ റാങ്ക് കോറിലേഷൻ വാസ് ഡെവലപ്ഡ് ബൈ. ആരാണ് റാങ്ക് കോറിലേഷൻ കൊണ്ടുവന്നത്? സ്പിയർമാൻ ആണ് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓക്കെ, ഓപ്പറേഷൻ ഫ്ലഡ് വീണ്ടും വരുന്നു, മിൽക്കുമായിട്ട് റിലേറ്റഡ് ആണ്. ദ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഈസ് റിലേറ്റഡ് ടു ദാദാബായ് നവറോജി. ഓക്കെ, now the process of hiring regular services from external sources by a company is known as. അത് സ്ഥിരമായിട്ട് ഒരു കമ്പനി മറ്റുള്ള എക്സ്റ്റേണൽ നമ്മുടെ പുറത്തുനിന്നോ ഒക്കെ നമ്മൾ സോഴ്സസ് ശേഖരിക്കുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു റെഗുലർ ആയിട്ട് ഒരു സർവീസസ് നമ്മൾ ഹയർ ചെയ്യുക, കൈപ്പറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഔട്ട് സോഴ്സിങ്. ഔട്ട് സോഴ്സിങ് മീനിങ് ആണ് കേട്ടോ അത് ശരിക്കും. Now the next one is land sealing is related to land reforms. അല്ലേ? ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഒരാൾക്ക് ഒരു കൈവശിക്കാവുന്ന ഭൂമിയുടെ പരിധി. Now the data collected by an investigator from a website. ഒരാൾ ഒരു വെബ്സൈറ്റ് നോക്കി തപ്പിപ്പിടിച്ച് ഡാറ്റ എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി ഡാറ്റ. Now the middle most value of a distribution. ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നടുക്ക് കിടക്കുന്ന വാല്യൂ ആണ് മക്കളെ എന്ത്? മോഡ്, മീഡിയൻ. നോട്ട് മോഡ്, ഇറ്റ് ഇസ് മീഡിയൻ. Now the statistical device for measuring changes in the magnitude of a group of related variable. അതാണ് നമ്മുടെ ഇൻഡെക്സ് നമ്പർ. ഇത് ഇൻഡെക്സ് നമ്പറിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ.
Now, which of the following is a two-dimensional diagram? ഇതിൽ two-dimensional diagram ആണ് മക്കളെ histogram. ഇത് മൂന്നും എന്താണെന്നറിയോ? It's a one-dimensional diagram ആണ് because we consider only the height of the bar. പക്ഷേ histogramമിൽ നമ്മൾ ഹൈറ്റും വിഡ്ത്തും കണക്കാക്കുന്നുണ്ട് കേട്ടോ. Now, the sum of the values of all observation divided by number of observation, അതാണ് arithmetic mean. അതായത് sigma x by n എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. arithmetic mean ആണ്. അടുത്തത് the committee constituted to study small scale industry. small scale industry developmentും അതിന്റെ എന്താ പറയാ അതിന്റെ സ്കോപ്പും ഒക്കെ പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് കാർവ് കമ്മിറ്റി. നെക്സ്റ്റ്, which of the following type of unemployment exists in Indian agriculture? ഇന്ത്യൻ അഗ്രികൾച്ചറിൽ കാണുന്ന എംപ്ലോയ്മെന്റ് ആണ് മക്കളെ disguised unemployment. Who estimated poverty line on the base of jail cost of living? നമ്മുടെ വീണ്ടും ദാദാമായി ദവറോജി കേട്ടോ. histogram can be helpful for finding. histogram വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണാം? മോഡ് കാണാം. ഓക്കെ, ഒജീസ് വെച്ചുകൊണ്ട് മീഡിയനും കാണാം. WTO was founded in the year of 1995. okay, now find odd one out. ഇതിൽ odd one ആണ് CSO, NSSO, RGI. ഇതൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഏജൻസീസ് ആണ് അല്ലേ, സെൻട്രൽ ലെവൽ. ഇതിൽ odd one ആണ് ICMR. Now, NABARD set up in the year of, NABARD set up in the year ആണ് 1982. Graphical representation of correlation. അതാണ് മക്കളെ സ്കാറ്റർ ഡയഗ്രാം. നിങ്ങൾ കോറിലേഷനിൽ സ്കാറ്റർ ഡയഗ്രാം പഠിക്കുന്നു, കാൾ പിയേഴ്സൺ പഠിക്കുന്നു, സ്പിയർമാനും പഠിക്കുന്നു. അതിൽ കാൾ പിയേഴ്സണും സ്പിയർമാനും പ്രോബ്ലംസ് ആണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് സ്കാറ്റർ ഡയഗ്രാം. Now, which of the following divides into two equal parts? ഒരു ഡാറ്റയെ രണ്ട് തുല്യ ഭാഗമാക്കുന്നതാണ് എന്ത് മക്കളെ? മീഡിയൻ. okay, now the next one, which of the following is an outcome of globalization? globalizationന്റെ ഒരു outcome എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it's an outsourcing. okay, now the next one, unemployment prevail in Indian farms. unemployment prevails in Indian farm, disguised unemployment. okay, a survey which includes every element of population. ഒരു സർവേയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് എന്ത്? സെൻസസ് സർവേ. now, which of the following index number indicate changes in the general price level? general price level എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wholesale ആണ് കേട്ടോ. now, which of the following is an example of direct tax, that is income tax? okay, now, which of the following is an example of geometric diagram? geometric diagramത്തിന് എക്സാമ്പിൾ ആണ് ബാർ ഡയഗ്രാം. ബാക്കിയൊക്കെ ഫ്രീക്വൻസി ഡയഗ്രാംസ് ആണ് കേട്ടോ. which of the following is related to operation flood? ഇത് റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്, that is milk production. now, the sum of deviation of item about arithmetic mean, that is x minus x bar, is always is equal to what? 0. പഠിച്ചു വെക്കണം കേട്ടോ. ഇത് ചിലപ്പോൾ ഇങ്ങനെ വേർഡ്സിലായിരിക്കും തരിക, ഇതിങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ല. the sum of deviation of item about arithmetic mean, ഒന്ന് നോക്കണ്ട, sum of deviation എന്ന് കണ്ട അപ്പം ചാടി കയറിക്കൊള്ളുക 0. who was the first to discuss the concept of poverty line in pre-independent India? they കിടക്കുന്നു ദാദാബായി നവറോജി. which of the following is adopted by the government to promote equity in agriculture? agricultural equity വരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നമ്മുടെ എന്ത് ഈ land reforms. okay, now, which of the following is an indirect tax? goods and service tax, GST അല്ലേ. അടുത്തത്, who used jail cost of living? പിന്നെയും കയറി വരികയാണ് ദാദാബായി നവറോജി. പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. now comes horticulture is related to what? it is production of fruits and vegetables. okay, now the next one, primary sector include, primary sectorൽ ഇതിൽ ഏതാ വരുന്നത്? mining and quarrying ആണ് കേട്ടോ. okay, now population in statistics means, സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി അതാണ്. which of the following is a frequency diagram? frequency diagram ആണ് ഇത് histogram. now, the measure of central tendency which divides the series into two equal parts, ഏതാ? വീണ്ടും two equal parts ആണ്. അപ്പോൾ എഴുതിക്കോളാം ഇത്. which of the following most frequently observed value in a series? മോഡ് ആണ് കേട്ടോ. ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന സംഖ്യയാണ് എന്ത്? മോഡ്. which index number is known as cost of living index number? that is consumer price index number. then, which among the following is a social infrastructure? this is out of syllabus. now, identify the factor responsible for land degradation. the first one ആണ് deforestation. pre-testing of questionnaire is known as pilot survey. okay, which average is affected most by the presence of extreme items? okay, that is arithmetic mean. okay കഴിഞ്ഞു. ഇത്രയാണ് കേട്ടോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. okay